പാലക്കാടുള്ള മരുതറോഡ് പല്ലശ്ശിയും തമ്മിൽ ഏകദേശം ഒരു 24 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാൽ മരുതറോഡ് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയായ ഗൗജിയുടെയും പല്ലശ്ശന ബ്ലോക്ക് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ ശ്യാമിന്റെ ഹൃദയങ്ങൾ തമ്മിൽ ഒരടി പോലും ദൂരവ്യത്യാസമില്ല. തെരഞ്ഞെടുപ്പിന് എത്രയോ മുൻപ് ഇരുവരും ഹൃദയം കൈമാറിയതാണ്. ജനുവരി 28-ന് ഇരുവരും തമ്മിലുള്ള വിവാഹമാണ്. ഗൗജ പാലക്കാട് മരുതറോഡ് പഞ്ചായത്തിലെ 18ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. പല്ലശ്ശന ബ്ലോക്ക് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ് ശ്യാം ഇന്ന് മരുതറോഡ് 18ാം വാർഡിൽ പ്രചരണത്തിനിറങ്ങാൻ ഒരു കാരണമുണ്ട്. വരുന്ന 28-നാണ് ഗൗജയും ശ്യാമും തമ്മിലുള്ള വിവാഹം. ഇലക്ഷൻ ഈ സമയത്ത് ഏകദേശം ഉണ്ടാവും എന്നുള്ള കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും മത്സരിച്ചില്ലെങ്കിലും പാർട്ടി പരമായിട്ട് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ധാരണയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം ഇലക്ഷന് ശേഷം മതി എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള എല്ലാ തിരക്കിനും ഇൻവിറ്റേഷൻ അടിക്കുന്ന കാര്യമായാലും അങ്ങനെ ബാക്കിയുള്ള എല്ലാ തിരക്കുമായിട്ട് നടക്കേണ്ട സമയത്ത് അഭ്യർത്ഥന കൊടുത്ത് നടക്കുകയാണ്. പൊതുപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രിഫറൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. സമരരംഗത്ത് കാണാറുണ്ട്, അതിനു മുന്നേ പരിചയമുണ്ട്. പ്രണയത്തിലേക്ക് പോയതൊക്കെ അങ്ങനെ കൃത്യമായി ഒരു സമയം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ആൾക്ക് കൺവേ ആവുക എന്നുള്ളത് അങ്ങനെ കൺവേ ആവുന്നു എന്ന് തോന്നിയ സ്ഥിതിക്കാണ് ഞങ്ങളായി പോവാമെന്ന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും സജീവമായി നിൽക്കണം, മത്സരിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അത് കാരണം ആ സമയത്ത് തന്നെ ജനുവരിയിലേക്ക് അത് മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തു. ജനുവരി 28-നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഒരു സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയിലുള്ള ആളുകളെല്ലാം വിളിക്കേണ്ട കാലമാണ്. ഇപ്പൊ തൽക്കാലം അത് കഴിയാത്തത് കൊണ്ട് ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ മുഴുവനായി ഫോക്കസ് കൊടുക്കുന്നത്. എത്ര നാളത്തെ നീണ്ട പ്രണയമാണ്? 5-6 വർഷത്തോളമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു അടുപ്പത്തിലേക്ക് ആയിട്ട്, അതായത് ആശയങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പല ആശയങ്ങൾ പറയും, കാഴ്ചപ്പാടുകൾ പറയും, അതിനോടുള്ള പൊരുത്തക്കേടുകളും എല്ലാം ചർച്ച ചെയ്യും. ആ ചർച്ചയാണ് ഏതൊരു സമയത്ത് വെച്ച് ഇങ്ങനെ മാറി വന്നത്. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? അതൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലം കൂടി ആയതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം ആലോചിക്കുക, അതല്ലെങ്കിൽ നിശ്ചയം നടത്തുക, അങ്ങനെ സമയം നോക്കുക, ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഫ്ലെക്സ് എവിടെ അടിക്കാം, ഏത് ഭാഗത്ത് ഡിസൈൻ ചെയ്യണം, വിനീഷ് ഏട്ടൻ ഫ്ലെക്സ് അത്ര അവിടെ വേണം പറഞ്ഞു, സജിത്ത് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഈ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് മറ്റു ചർച്ചകളൊന്നും ഇപ്പൊ ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല. ഇപ്പൊ വേറെ ഒരു ചർച്ചയും ഇല്ല. തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.